നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. അങ്ങനെ യുവേഫ ചാമ്പ്യൻസ് ലീഗിൻ്റെ സെമി ഫൈനൽ ആദ്യപാദ മത്സരങ്ങളും കഴിഞ്ഞു. ഏതാണ്ട് ചിത്രം വ്യക്തമാവുകയാണ്. ഇത്തവണത്തെ UCL കിരീടത്തിന് കൂടുതൽ സാധ്യതയാർക്കാണ്? പവർ റാങ്കിങ്, UCL പവർ റാങ്കിങ്. നമ്മൾ ക്വാർട്ടർ ഫൈനൽ കഴിഞ്ഞ പാടെ ഒരു പവർ റാങ്കിങ് ഇട്ടിരുന്നു. ഇപ്പോൾ സെമി ഫൈനൽ ആദ്യപാദം കഴിയുമ്പോൾ ചിത്രം കൂടുതൽ വ്യക്തമാകുന്നു. ആദ്യപാദ മത്സരങ്ങൾ ആഴ്സണൽ PSG മത്സരം എമിറേറ്റ് സ്റ്റേഡിയത്തിൽ PSG ആഴ്സണലിനെ ഏകപക്ഷീയമായ ഒരു ഗോളിന് തോൽപ്പിച്ചു. ഇനി കളി അങ്ങ് പാക്ഡസ് പ്രിൻസസിലാണ്. ബാഴ്സലോണ വേഴ്സസ് ഇൻ്റർ മിലാൻ മത്സരം FC ബാഴ്സലോണയുടെ മൈതാനത്ത്. ഇൻ്റർ ഒരു കടുത്ത പോരാട്ടം തന്നെ നടത്തി 3-3 സമനിലയും പിടിച്ചു. ഇനി സെമി ഫൈനൽ രണ്ടാം പാദ മത്സരം മെയ് 6 മെയ് 7 ഇന്ത്യൻ സമയം പറയുമ്പോൾ മെയ് 7 പുലർച്ചെ 12:30 ഇൻ്റർ വേഴ്സസ് ബാഴ്സ മത്സരം. മെയ് 8 പുലർച്ചെ ഇന്ത്യൻ സമയം 12:30 PSG വേഴ്സസ് ആഴ്സണൽ മത്സരം. രണ്ട് കളികളിലും തീപാറും. എന്തും സംഭവിക്കാം. കാരണം ആഴ്സണലിനെതിരെ PSG ഒറ്റ ഗോളിൻ്റെ അഡ്വാൻറ്റേജേ ഉള്ളൂ. പക്ഷേ PSG അഡ്വാൻറ്റേജ് രണ്ടാം പാദം അവരുടെ മൈതാനത്താണ്. ബാഴ്സ വേഴ്സസ് ഇൻ്റർ മിലാൻ മത്സരം 3-3 സമനിലയാണ്. അതായത് 0-0. കളി സാൻസിറോയിലാണ് എന്നുള്ളത് ഇൻ്ററിന് അഡ്വാൻറ്റേജാണ്. പക്ഷേ ബാഴ്സയുടെ യുവതാരങ്ങൾ തുനിഞ്ഞിറങ്ങിയാൽ എന്തും നേടാൻ പറ്റുമെന്നുള്ളത് ഈ സീസണിൽ നമ്മൾ കണ്ടതാണ്. സാന്റിയാഗോ ബെർണാബുവിൽ പോയിട്ട് റയലിനടിച്ചിട്ട പയ്യന്മാരല്ലേ, അവർക്കെന്ത് സാൻസിറോ എന്ന് ചോദിക്കുന്നവരുമുണ്ട്. അപ്പോൾ എന്തും സംഭവിക്കാം എന്നർത്ഥം. നമ്മുടെ പവർ റാങ്കിങ്ങിലേക്ക് പോയാൽ 4 ടീമേ ഉള്ളൂ. വളരെ പെട്ടെന്ന് പറയാം, നിങ്ങൾക്കും വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ടാവും. 4ാം സ്ഥാനത്ത്, അതായത് കിരീട സാധ്യത കുറവ് നമ്മൾ കാണുന്നത് ഇൻ്റർ മിലാനാണ്. വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ടാവും. പക്ഷേ ഇൻ്ററിനെ സംബന്ധിച്ചിടത്തോളം ലൗട്രോ മാർട്ടിനസിൻ്റെ പരിക്ക്, അദ്ദേഹം രണ്ടാം പാദ മത്സരം കളിക്കാനുള്ള സാധ്യത കുറവാണെന്ന് സിമോൺ ഇൻസാഗി തന്നെ പറയുന്ന സ്ഥിതിക്ക് അവരുടെ മൈതാനത്ത് അവരൊന്ന് വിയർക്കുമെന്ന കാര്യം ഉറപ്പാണ്. ബാഴ്സക്ക് ഒരു പക്ഷേ ലെവൻഡോസ്കിയും അതുപോലെ ബാൽഡയും ഒക്കെ കളിയിലേക്ക് തിരിച്ചു വന്നേക്കാം. കൂണ്ടയുടെ പരിക്കുണ്ട്. ആ കാര്യത്തിൽ ഇനി കൂടുതൽ വ്യക്തത വരേണ്ടതുണ്ട്. അദ്ദേഹത്തിന് മത്സരം നഷ്ടമാകുമോ ഇല്ലയോ എന്ന കാര്യത്തിൽ. ഏതായാലും FC ബാഴ്സലോണയ്ക്ക് മേൽ ഇൻ്റർ വിജയിക്കാനുള്ള സാധ്യത കുറവാണ് എന്നാണ് നമ്മുടെ ഒരു വിലയിരുത്തൽ. എന്തും സംഭവിക്കാം. 90 മിനിറ്റ് കളി ഇനി ബാക്കിയുണ്ടെന്നേ, അതും ഇൻ്ററിൻ്റെ മൈതാനത്താണ്. എന്തും സംഭവിക്കാം. അവർക്ക് വിജയിച്ച് കയറി പോകാവുന്നതേ ഉള്ളൂ. പക്ഷെ നമ്മൾ കരുതുന്നത് ബാഴ്സ മുന്നോട്ട് പോകുമെന്നാണ്. അപ്പോൾ ഇൻ്റർ മിലാനാണ് 4ാം സ്ഥാനത്ത്. ഇനി 3ാം സ്ഥാനത്ത് ആഴ്സണലാണ്. ആഴ്സണൽ വേഴ്സസ് PSG പോരാട്ടം തീർത്തും ഒരു സൂപ്പർ പോരാട്ടമാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ആഴ്സണൽ മെയ് മറന്നങ്ങ് പോരാട്ടും. പക്ഷേ പാക്ഡസ് പ്രിൻസസിലാണ് കളി. യെസ് അതൊരു വലിയ പ്രശ്നമാണ്. വലിയ ആരാധക പിന്തുണയോടുകൂടി അവിടെ ലൂയിസ് എൻറിക്ക മെനയുന്ന തന്ത്രങ്ങൾക്കനുസരിച്ച് PSG പന്ത് തട്ടിയാൽ തോൽപ്പിക്കുക എന്നുള്ളത് എളുപ്പമുള്ള കാര്യമേയില്ല. പ്രത്യേകിച്ച് ഇപ്പോഴത്തെ PSG അറിയാലോ, കിച്ചാക്കാഡസ്കേലിയെയും ഒസ്മാൻ ഡംബലെയും ഡിസേർഡോവും ഒക്കെ അടങ്ങുന്ന ആ മുന്നേറ്റ നിര തടയുക എളുപ്പമല്ല. പിന്നെ വിറ്റീഞ്ഞയെ പോലുള്ളവർ, ന്യൂനോ മെൻഡസിനെ പോലുള്ള താരം, അഷ്റഫ് ഹക്കീമി, ജിയാലുഗി ഡൊണാരുമയുടെ വിശ്വസനീയമായിട്ടുള്ള കരങ്ങൾ എല്ലാം കൂടി ചേരുമ്പോൾ PSG തോൽപ്പിച്ച് മുന്നോട്ട് പോകുക എന്നുള്ളത് ആഴ്സണലിന് ബുദ്ധിമുട്ടാണ് എന്ന് തന്നെ പറയേണ്ടി വരും. അതും PSG മൈതാനത്ത്. നമ്മളെന്തായാലും ഇപ്പോൾ ആഴ്സണലിന് 3ാം സ്ഥാനമാണ് കിരീട സാധ്യതയിൽ കാണുന്നത്. 2ാം സ്ഥാനത്ത് FC ബാഴ്സലോണ. FC ബാഴ്സലോണ 2ാം സ്ഥാനത്ത്. ബാഴ്സ എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ഇതവണ കുട്ടികളെ വെച്ച് അത്ഭുതം കാണിച്ചതാണ്. അതവർ തുടരാനുള്ള സാധ്യതയുണ്ട്. ലാമിൻ യമാലും കുബാഴ്സിയും ഒക്കെ അടങ്ങുന്ന യുവതാരങ്ങൾ, പിന്നെ പെഡ്രിയെ പോലുള്ളവർ, ഡാനി ഓൽമോ, റഫീഞ്ഞ, റോബർട്ട് ലെവൻഡോസ്കി പരിക്ക് മാറി വന്ന അദ്ദേഹം, എല്ലാവരും കൂടി ചേരുമ്പോൾ കരുത്തുറ്റൊരു നിരയുണ്ട്. സ്വപ്ന സമാനമായ കുതിപ്പവർ നടത്തുന്നുമുണ്ട്. കിരീട സാധ്യതയിൽ 2ാമതാണ് നമ്മൾ അവരെ കാണുന്നത്. കിരീട സാധ്യതയിൽ 1ാമത് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ PSG നമ്മൾ കാണുന്നത്. കാരണം PSG പഴയ PSG അല്ല, അത് സമ്മതിച്ചേ പറ്റൂ. ഒസ്മാൻ ഡംബലെ പോലുള്ള താരങ്ങൾ, അതുപോലെ മറ്റുള്ളവരും അതുപോലെയുള്ള പെർഫോമൻസ് നമ്മൾ ഓൾറെഡി അവരെക്കുറിച്ച് പറഞ്ഞതുകൊണ്ടാണ് വീണ്ടും വിശദീകരിക്കുന്നത്. ഡെസേർഡോവും കിച്ചാക്കാഡസ്കേലിയും ഒക്കെ അങ്ങനെയുള്ള പെർഫോമൻസാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ സാക്ഷാൽ ലൂയിസ് എൻറിക്കയുടെ തന്ത്രങ്ങളും കൂടിയാവുമ്പോൾ ഏറ്റവും കൂടുതൽ കിരീട സാധ്യത നമ്മൾ കാണുന്നത് PSG-ക്കാണ്. നിങ്ങൾക്ക് വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ടാവും. വളരെ പെട്ടെന്ന് നമ്മൾ പവർ റാങ്കിങ് പറയാം. 1 PSG, 2 FC ബാഴ്സലോണ, 3 ആഴ്സണൽ, 4 ഇൻ്റർ മിലാൻ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ആരോഗ്യകരമായ ഫുട്ബോൾ ചർച്ചകളുമായി നമുക്ക് കൊണ്ടുപോകാം. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് കൊണ്ടുവെത്താം.